ഹായ് ഫ്രണ്ട്സ്, DG Cool. വെൽക്കം ടു ബാക്ക് ടു DG Cool. ഇത് നമ്മുടെ കമ്പനി യൂണിഫോമാണ് DG Coolൻ്റെ. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒരു 2-3 വർക്ക് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ പറയുക, ഏത് സമയത്ത് വിളിച്ചാലും ആലപ്പുഴ, അമ്പലപ്പുഴ, ചേർത്തല ഏരിയയിൽ എന്ത് ഫാൾട്ട് ഉണ്ടെങ്കിലും AC-യോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട്. മെയിനായിട്ട് നമുക്കിപ്പോൾ തണുപ്പ് കാലമാണ്. എല്ലാവരും വിചാരിക്കുന്നത് AC കംപ്ലൈൻ്റ് ആയി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ചൂടുകാലമാകുമ്പോൾ ഇപ്പോൾ ഉള്ള ഫ്യൂച്ചറിൽ AC-യുടെ വില കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്നെ വിളിക്കുക. 9633557155 വിളിക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ AC സർവീസിംഗ് ഒക്കെ ഇപ്പോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കാലത്ത് മെയിനായിട്ട് കംപ്ലൈൻറ്റ്സ് അധികം ഉണ്ടാകത്തില്ല. ഓക്കെ, ഹോട്ടൽ ഫീൽഡ് ആയാലും ശരി, ഹോസ്പിറ്റൽ ഫീൽഡ് ആയാലും ശരി, എല്ലാവരും കാണുന്നവർ, അങ്ങനെ MD-മാരോ അല്ലെങ്കിൽ വീട്ടുകാരോ എല്ലാവരും കാണുന്നവർ അത് ഒന്ന് ചെയ്ത് ക്ലിയറാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ ഗൾഫിലായിരുന്നു, ഒമാനിലായിരുന്നു, മസ്കറ്റിലായിരുന്നു, മസ്കറ്റ് ഗോബ്രയിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു കൂടിപ്പോയാൽ മെയിൻ്റനൻസ് പറയുമ്പോൾ ഒരു 4000-5000 AC-കളൊക്കെ ഉണ്ടായിരുന്നു. സ്പ്ലിറ്റ് AC ഉണ്ടായിരുന്നു, പാക്കേജ് ഉണ്ടായിരുന്നു, VRF VRV എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളേതോ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ഞങ്ങൾക്ക് അതാണ് വർക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചൂട് സമയത്ത് അധികം കംപ്ലൈൻറ്റ്സ് വരത്തില്ല. അപ്പോൾ അത് പ്രത്യേകം എല്ലാ കൂട്ടുകാരും അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ AC മാത്രമല്ല, ഫ്രിഡ്ജായാലും ശരി. ഫ്രിഡ്ജ് ചെറിയ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് കുഴപ്പമില്ല, അങ്ങനെ ഓടിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അത് ഇനി വലിയ പ്രശ്നത്തിലേക്ക് പോകരുത്. കറണ്ട് ചാർജ് കൂടിയ ഫ്രിഡ്ജിന്, അയ്യോ കറണ്ട് ചാർജ് കൂടുന്നുണ്ട്, പുതിയ ഫ്രിഡ്ജ് മേടിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ പുതിയ ഫ്രിഡ്ജ് മേടിക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ഒരു തെർമോസ്റ്റാറ്റ് മാറ്റിയാൽ മതി, അത് റെഡി ആയിക്കോളും. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് മാറ്റി കൊടുത്ത് ക്ലിയറാക്കി കൊടുക്കണം. അത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. കട്ട് ഓഫ് ആകുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് ചാർജ് കുറയും. ഇപ്പോൾ എന്ത് സാധനം എല്ലാം ഒരു കാര്യമുണ്ട്. ഉദാഹരണം, ഒരു കൂളർ നമ്മൾ മേടിച്ചു, അത് ഡയറക്റ്റ് കറണ്ടിൽ ഉപയോഗിക്കുക. അതിനകത്ത് തെർമോസ്റ്റാറ്റ് ഉണ്ടാകത്തില്ല. ഓണാക്കുക, ഓഫാക്കുക, ഉപയോഗിക്കുക. പക്ഷെ അതേപോലെ കൂളർ എന്ന് പറഞ്ഞാൽ എയർ കൂളർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് ആകുമ്പോൾ എന്താ അറിയുക, അതിനകത്ത് തെർമോസ്റ്റാറ്റ് ഉണ്ട്. തെർമോസ്റ്റാറ്റ് എന്ന സംഭവം നമ്മൾ ഈ കറണ്ട് ഓടിക്കൊണ്ട് ഫ്രിഡ്ജ് ഓടിക്കൊണ്ട് കൂടുതൽ കൂളിംഗ് ആകുമ്പോൾ അതിന് കംപ്രസറിന് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അത് ഓണായി വരുന്നതാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് നമുക്ക് കട്ട് ഓഫായി വരുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കുറയും. അപ്പോൾ എന്ത് സപ്പോർട്ടായാലും നമ്മൾ വിളിക്കുക. വാഷിംഗ് മെഷീൻ ആയാലും ശരി, എന്ത് കാര്യമുണ്ടെങ്കിൽ വിളിക്കുക.